ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കയും പരിപ്പും കൊണ്ട് ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് പരിപ്പ് ഉള്ളിയും തക്കാളിയും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടിച്ചക്ക മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ച ചക്കയിലേക്ക് പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മുടി തേങ്ങയും കുറച്ച് ജീരകവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുപ്പിലേക്ക് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഇതൊഴിച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇടിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.